ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് പവിക്കുട്ടൻ്റെ കരോട്ട ടെസ്റ്റ് ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ പവിക്കുട്ടൻ രാവിലെ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. സൺഡേ ദിവസമായിരുന്നു പവിയുടെ കരോട്ട ടെസ്റ്റ്. അപ്പോൾ അതേ ഞങ്ങൾ പോകാൻ റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. ഞാൻ സ്കൂട്ടറിലാണ് കേട്ടോ അവനെ കൊണ്ടുവന്നത്. അപ്പോൾ അവന് ഹെൽമെറ്റൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്തേ റെഡി ആയിട്ട് വന്നു. അപ്പം പവിക്കുട്ടൻ എൻ്റെ ഇടയ്ക്ക് അപ്പൂപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തിരിച്ച് കയറിപ്പോയി. അപ്പൂപ്പൻ്റെ അടുത്ത് പറയാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി വരികയാണ്. അങ്ങനെ നമ്മളിതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുണ്ടറ YMC ഹാളിൽ വെച്ചിട്ടായിരുന്നു അവൻ്റെ കരാട്ടയുടെ ടെസ്റ്റ് ഉണ്ടായിരുന്നത്. നമ്മൾ വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ പേരൻസും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പവിക്കുട്ടൻ കയറി പോകുന്നുണ്ട്. അപ്പം പേരൻസും കുട്ടികളും ഒക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. പവിക്കുട്ടൻ വൈറ്റ് ബെൽറ്റ് ആണ്. ബാക്കിയുള്ള എല്ലാ ബെൽറ്റിൻ്റെയും ടെസ്റ്റ് ഒരേ ദിവസമായിരുന്നു. യെല്ലോ ബെൽറ്റ്, ഗ്രീൻ ബെൽറ്റ്, ബ്ലൂ ബെൽറ്റ്, പർപ്പിൾ, ഓറഞ്ച്, അങ്ങനെ കുറേ കളേഴ്സ് ബെൽറ്റൊക്കെ ഉണ്ട്. ലാസ്റ്റാണ് ബ്ലാക്ക് ബെൽറ്റ് വരുന്നത്. അപ്പോൾ പവിക്കുട്ടൻ്റെ ഫസ്റ്റ് ടെസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഇന്ന്. അപ്പോൾ അവനവിടെ അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറേ പേര് ഇവിടെ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്. അവൻ പ്രാക്ടീസിന് പോയി ഞാൻ കണ്ടില്ല. അവനിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാം നോക്കിയൊക്കെ കണ്ട് നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്ക് മാസ്റ്റേഴ്സ് എല്ലാവരെയും വിളിച്ച് ലൈനപ്പായിട്ട് നിർത്തുന്നുണ്ട്. അവർക്ക് ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഫംഗ്ഷൻ നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് നിർത്തി. അപ്പോൾ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ കരാട്ടയുടെ തന്നെ കുറച്ച് കോമ്പറ്റീഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗോൾഡ് മെഡൽ, സിൽവർ മെഡൽ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങായിരുന്നു കേട്ടോ. അതിന് മുന്നേ ടെസ്റ്റിന് മുന്നേ കഴിഞ്ഞ് ടെസ്റ്റ് തുടങ്ങുന്നതിന് മുന്നായിട്ട് മാസ്റ്റേഴ്സ് എന്തൊക്കെയോ സ്റ്റെപ്സ് ഒക്കെ കരോട്ടയുടെ സ്റ്റെപ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് പിള്ളേർ അതേപോലെ കോപ്പി ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വൈറ്റ് ബെൽറ്റും യെല്ലോ ബെൽറ്റും മാത്രം ഇവിടെ നിന്നാൽ മതി. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ താഴെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വൈറ്റ് ബെൽറ്റിനെ മാത്രം നിർത്തിയിട്ട് എന്തൊക്കെയോ എക്സസൈസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 10-20 മിനിറ്റോളം ഈ എക്സസൈസ് ഒക്കെ ചെയ്യിച്ച് അവരെ ഒന്ന് വാമപ്പ് ആക്കിയ ശേഷമാണ് അവരെ ടെസ്റ്റിന് ഇറക്കുന്നത് കേട്ടോ. അപ്പോൾ പവിക്കുട്ടൻ എന്താ ഇവിടെ മസിലൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. ഒരു ബാച്ചിൽ 4-5 പേരെ നിർത്തിയിട്ടാണ് കേട്ടോ അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് മാസ്റ്റേഴ്സ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം പവിക്കുട്ടൻ്റെ ടേൺ ആണ്. ഇപ്പം പവിക്കുട്ടൻ്റെ ടെസ്റ്റാണ്. അപ്പോൾ പവിക്കുട്ടൻ ടെസ്റ്റിന് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ പവി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് റിസൾട്ടൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. റിസൾട്ട് ഡയറക്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് പറയാം എന്നാണ് കേട്ടോ ടെസ്റ്റ് തുടങ്ങിയ സമയത്ത് പറഞ്ഞത്. അപ്പോൾ പവിക്കുട്ടൻ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് അവൻ ഉഷയൊക്കെ പറഞ്ഞിട്ട് പോകാൻ പാവിച്ച സമയത്ത് അവൻ്റെ മാസ്റ്റർ അവനെ അങ്ങോട്ട് വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ടെസ്റ്റൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓടിപ്പോയില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് വേണം പോകാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടെസ്റ്റും കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും അറേഞ്ച് ചെയ്ത് നിർത്തുകയാണ് മാസ്റ്റേഴ്സ്. അങ്ങനെ എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഹാപ്പി ആയിട്ടാണ് കേട്ടോ തിരിച്ചു പോയത്.